ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈലിൽ പലവിധ വെബ്സൈറ്റുകളിൽ കയറുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ഫോണിൽ ചെയ്തു വെക്കേണ്ട ഒരു അടിയന്തിരമായി ചെയ്തു വെക്കേണ്ട ഒരു ഓപ്ഷനാണ് ഞാനിവിടെ പറയുന്നത്. വളരെ ചെറിയൊരു ഓപ്ഷനാണ്, അതുകൊണ്ട് സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യുക. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ചെറിയൊരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഗൂഗിളിലൊക്കെ കയറിയിട്ട് ഗൂഗിൾ ക്രോമിലൊക്കെ കയറിയിട്ട് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് പലരും ചെയ്തു വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു വെക്കുക. അത് ചെയ്തു വെക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുള്ള. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും ചെയ്തു വെക്കുക. പെട്ടെന്ന് കഴിയും, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചെറിയൊരു കാര്യം കിടക്കുന്നത്. അപ്പൊ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ഫോണിന് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് സൈറ്റിലേക്ക് കയറുമ്പോഴും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടില്ലേ, ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ. അതിവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ള. അവിടെ താഴെ നമ്മൾ അതൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് വേറെ ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സൈറ്റുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതൊരു വാർണിംഗ് തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഇവിടെ നിന്ന് ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ധൈര്യമായിട്ട് പല സൈറ്റുകളിലും കയറാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വാർണിംഗ് ആയിട്ട് നമുക്ക് മെസ്സേജ് വരും.